ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്കൊരു വെൽഡിംഗ് മെത്തേഡിൽ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു സംഭവത്തിന് ഒരു ഫാനിൻ്റെ കവർ നമുക്ക് 4 ഭാഗമായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളതിന് വേണ്ടി മാർക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം കിട്ടിയാൽ മതി, എക്സാക്ട്ലി ഒന്നും വേണ്ട. പക്ഷേ നമുക്കിപ്പോൾ 4 ഒരേപോലെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വേസ്റ്റ് ആവാത്ത രീതിയിലാകുമ്പോൾ കറക്റ്റ് എണ്ണ എടുത്തിട്ട് മെഷർമെൻറ്റ് എടുത്ത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം ഇതിനെ ഇവിടുന്ന് കളയണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ലെവൽ കിട്ടുള്ളൂ. അതിൻ്റെ അറ്റത്തൊരു ഷാർപ്പ് കിട്ടിയില്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക, ഈ അറ്റത്തുള്ള ഈ പീസിനെ. എന്നിട്ടാണ് നമുക്ക് ഈ പോർഷനാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ രണ്ടിലും ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടിലും ഓരോ മെത്തേഡ് കാണിക്കുകയാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. 2 ടൈപ്പ് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് വെൽഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ വെൽഡിംഗ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കാണിക്കുന്നുണ്ട്. നമ്മൾ അല്ലാണ്ട് ചെയ്യുന്നതും കാണിച്ചു തരാം. അതിനകത്ത് നമ്മളിപ്പം ഇത് വെച്ച് കട്ട് ചെയ്തു. എന്നിട്ട് നമുക്കിപ്പോൾ ഇതുപോലെയുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് ചെറിയൊരു ഇത് ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു വേസ്റ്റ് വരുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടാക്കാൻ ചെറുതൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മുമ്പ് വേറെ ആവശ്യത്തിന് വേണ്ടി ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തതിൻ്റെ ബാക്കി പോർഷൻ ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പി ഉണ്ട്. അപ്പോൾ അത് കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു മോഡൽ ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട്. ഈ 2 എണ്ണമായിട്ടുണ്ട്. പിന്നെ 3ാമത്തെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഞാൻ 2ാമത്തെ മെത്തേഡ്, ഓരോ മെത്തേഡിൽ ഇതിൻ്റെ കൈ എങ്ങനെ പിടിപ്പിക്കാന്നുള്ളതല്ലേ, നമുക്ക് കുറച്ച് ലെങ്ത്തുള്ള കൈയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അതെങ്ങനെ പിടിപ്പിക്കാനുള്ള 2 മെത്തേഡ് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമ്മൾ ഇതെടുത്തിരിക്കുന്നത്. ഈ 3 പീസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വേറൊരു പീസ് നമുക്ക് അവിടെ ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത മെത്തേഡിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ നമുക്ക് 2ാമത്തെ മെത്തേഡാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ വെൽഡ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡ്. ഇതൊരു അൺയൂസ്ഡായിട്ട് വെച്ചിരിക്കുന്ന ഒരു പൈപ്പായിരുന്നു. നമുക്ക് വീടില്ലാണ്ട് ഇവിടെ കിടന്നിരുന്നൊരു പൈപ്പാണ്. ഇത് മെറ്റലിൻ്റെ പീസാണ് വരുന്നത് പൈപ്പ്. അത് ജസ്റ്റ് പെയിൻറ്റിങ് ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ച് തുരുമ്പൊക്കെ വന്നിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് ലാസ്റ്റ് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മുടെ സെയിം സാധനം നമുക്ക് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനിപ്പോൾ ഈ പീസ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഏകദേശം അതിൻ്റെ സെൻറ്ററിലാണ് നമ്മളിത് പിടിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മളെവിടെ വരെ പോകണം എന്നുള്ള രീതിയിലൊന്ന് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മളിവിടെ സെൻറ്റർ പീസ് എണ്ണം എടുത്തിട്ട് ഏകദേശം സെൻറ്റർ പീസ് നമുക്ക് കണക്കാക്കാം. ഏകദേശം നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ പോർഷൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവുന്ന തോന്നുന്നു. ഓക്കെ, അല്ലേ, ഈ പീസ് ഇങ്ങനെ വെച്ചു. അപ്പോൾ നമുക്ക് ഇത് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് അളവിലെടുക്കണം. എന്നിട്ട് അത് ഏകദേശം ഇത്ര വരുന്നുണ്ട് അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പീസ് ഹാഫ് നേരത്തെ ചെയ്ത പോലെ ഒരു 3-1 ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇനി കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഇനി ഇത് വെച്ച് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ കാണിക്കാം. കണ്ടോ, ഇപ്പോൾ ഈ പീസ് നമ്മളിവിടെ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അവിടേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് ഇതിന് ചേർത്ത് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ആ പോർഷൻ ഞാൻ കുറച്ചുകൂടി കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇപ്പോൾ ഫ്ലാറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചേർത്ത് വെൽഡ് ചെയ്യുമ്പോൾ നല്ല ഫ്ലാറ്റ് ഒരു സർഫസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് സർഫസിലേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട്. അത് നമുക്കിനി വെൽഡ് ചെയ്ത് ചേർത്താൽ കൂടെ മതി. ഓക്കെ, അപ്പം ഇളകി പോകുന്ന പ്രശ്നം വരുന്നില്ല. അതും കൂടെ ഞാൻ കാണിക്കാം. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് വളരെയധികം കട്ടി കുറഞ്ഞാണ് വെൽഡിങ് നിൽക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇത് കുറച്ച് കട്ടിയുള്ളൊരു ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒന്നില്ലെങ്കിൽ വെൽഡ് ചെയ്ത് കൊടുത്ത് സ്ക്രൂ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഒപ്പിച്ച് കൊടുക്കണം. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഒരു സ്ക്രൂ ചെയ്യോ വെൽഡ് ചെയ്യോ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ പീസിൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മൾ മറ്റേ ഫാനിൻ്റെ പീസ് ഇറക്കി വെക്കണം. അപ്പോൾ കുറച്ച് കട്ടിയുള്ള പീസ് കിട്ടും, വെൽഡിങ് കുറച്ചുകൂടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആ പീസ് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇതിലേക്ക് വെൽഡ് ചെയ്ത് ഇറക്കണം. ഇതിപ്പോൾ നമ്മൾ ഈ ഫാനിൻ്റെ ഈ പീസിൻ്റെ വണ്ണത്തിനനുസരിച്ചാണ് ഇവിടെ കട്ടിങ് കൊടുത്തിരിക്കുന്നത്. ഞാൻ വീഡിയോ ലെങ്ത് ആക്കണമെന്ന് വെച്ചിട്ട് കാണിക്കാണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പം കറക്റ്റായിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഇതിലേക്ക് വെൽഡ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നല്ല ഫിക്സ് ആയിട്ടിരിപ്പുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് വെൽഡ് ചെയ്ത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാം. ഇപ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട്. ഓപ്പോസിറ്റ് സൈഡും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്
അവിടെ കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് കിട്ടും. ഞാൻ അതും കൂടെ ചെയ്യുകയാണ്. ഈ പോർഷൻ ഇപ്പോൾ നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്. കാണാൻ അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ വെൽഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പം നമുക്കിനിപ്പം ഈ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് MC യിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉരച്ച് വൃത്തിയാക്കിയതിന് ശേഷം നല്ല സ്ട്രോങ് ആണ്. നമുക്ക് നമ്മൾ സ്ക്രൂ ചെയ്തതിനേക്കാൾ സ്ട്രോങ് ആണ്. അപ്പോൾ നല്ലൊരു വെയിറ്റ് കുറച്ചുകൂടി ഹെവി വന്നിട്ടുണ്ട്. ഈ അറ്റം നമ്മളൊരു ഹെവി മെറ്റൽ പീസാണ് കൊടുത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നല്ലൊരു ഹെവിനെസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിപ്പം നമ്മളിപ്പോൾ ടെറസിൽ കുറച്ച് ഇപ്പോൾ ഞാൻ വെൽഡിങ് ചെയ്തിട്ടുണ്ടാക്കിയ സാധനമാണ്. അത് വെച്ച് നമ്മുടെ ടെറസിലുള്ള കുറച്ച് മാവിൻ്റെ ഇലയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒന്ന് എടുത്ത് വെച്ചാണ്. ഓക്കെ, നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാമല്ലോ. ഓക്കെ, ഇതും നല്ല സക്സസ്ഫുള്ളാണ്. അപ്പോൾ ഒരു വേസ്റ്റ് ഐറ്റം കൊണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു ഐറ്റം ചെയ്യാൻ പറ്റിയത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. എല്ലാവരും വീട്ടിൽ കാണും വേസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ഫാനിൻ്റെ കവർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ലാപ്പിൽ പോലെ എല്ലാ സ്ലാപ്പിലും കോമൺ ആയിട്ട് കാണുന്ന സാധനമാണിത്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസിൽ പറയുക ചെയ്ത് നോക്കിയതിൻ്റെ റിസൾട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. പെയിൻറ്റ് ചെയ്തതിന് ശേഷമുള്ളത് ഈ ഐറ്റത്തിൻ്റെ മാറ്റം തന്നെ നമുക്ക് കാണാം. നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ ഒരു സാധനമായിട്ട് നമുക്ക് കിട്ടും. നമുക്കിനി ഇതിനൊരു ഏതെങ്കിലും ഒരു കളർ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന കുറച്ചൊരു റെഡ്, ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഭംഗി ഉണ്ടാകുന്ന വിചാരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് കളർ അടിച്ചതിന് ശേഷം. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം നമുക്ക്. ഫൈനൽ ലുക്ക് ഞാനൊക്കെ റെഡ് പെയിൻറ്റ് അടിക്കുകയാണ്. ഇത് നമുക്ക് MC യിൽ ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ MC യിൽ ചെയ്യാം. പക്ഷേ എനിക്കിവിടെ അത്രയമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പിന്നെ MC യിൽ ഇവിടെ കയ്യിലില്ലായിരുന്നു, ഞാൻ നോക്കി. അതുകൊണ്ട് തന്നെ ഞാൻ MC യിൽ ചെയ്യാണ്ട് തന്നെ മേളിൽ പെയിൻറ്റ് അടിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഫിനിഷിംഗ് വേണം തോന്നുന്നവർക്ക് നമുക്ക് ഇതിൻ്റെ മേളിൽ MC യിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു വെൽഡിംഗ് ഒന്നും ചെയ്ത പോലെ നമുക്ക് തോന്നില്ല. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഗ്രില്ലിലടക്കം പെയിൻറ്റിങ് ചെയ്ത് വിടുകയാണ്. റെഡ് തന്നെ കൊടുക്കുന്നത്, കംപ്ലീറ്റ് റെഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണ്. അപ്പോൾ ഇത് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു മോപ്പ് പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് ക്ലീനിങ് ആവുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, ഏതെങ്കിലും ഫസ്റ്റ് മെത്തേഡായിട്ട്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.